ഒന്നും മറന്നില്ലല്ലോ. സിനിമ ടിക്കറ്റ്. ചിന്നുവേ, ചിന്നു വാ വാ. ഇല്ല കുഴപ്പമില്ല. ഫൈറ്റ് വെറുതെ സെറ്റ് ആക്കായിരുന്നു. ഫൈറ്റാ? പിന്നെ ഫൈറ്റ് എന്താ പറഞ്ഞ? ഞാൻ പറഞ്ഞ അത് അവിടെ ഇന്റർവ്യൂല് വന്നവന്മാര് തമ്മിൽ ഭയങ്കര അടിയായിരുന്നടി. ആമാര് വേറെ കള്ളന്മാര് നേരത്തെ വന്ന് മറ്റേ ആൾക്കാരൊക്കെ എടുത്ത് വെച്ചിട്ട് ആൾക്കാരെ പറ്റിക്കാനായിട്ട് ഒരു ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് വരുത്തി ചുമ്മാ വലിയ പാടായിരുന്നു. ഞാൻ ബാൽക്കണിയിലല്ലേ. എടി ബാൽക്കണി എന്ന് പറഞ്ഞാ ഈ ഇന്റർവ്യൂ ഹോളുണ്ടല്ലോ, അതിന് ബാൽക്കണി ഉണ്ടല്ലോ. ഞാൻ അവിടെ ആയിരുന്നു. കഷ്ടമായിപ്പോയല്ലേ ചേട്ടാ, എറണാകുളം വരെ പോയി തേഞ്ഞൊട്ടിയല്ലോ. ജോലിയില്ല, കഷ്ടപ്പെട്ടതും മിച്ചം. വൃത്തിയായിട്ട ഫുഡും കഴിച്ചു ജീവനും കൊണ്ട് തിരിച്ചു വന്നത് മാത്രം മിച്ചം. സാരല്ല ചേട്ടാ, അടുത്ത പ്രാവശ്യം ശരിയാക്കും. പോയിട്ട് എന്തിനാണ് ജയിച്ച് തുന്നാൻ പാടിയാ? എന്തൊരു സന്തോഷം. നിങ്ങളെ മോന്താങ്ങളോട് പോയപ്പോഴേ ഞാൻ വിചാരിച്ചു അവിടെ ഭൂകമ്പം സംഭവിക്കുമെന്ന്. ഇത്രയല്ലേ നടന്നുള്ളൂ. എനിക്ക് എന്താ കുറവ്? എന്ത് കുറവെന്നാ? ഒരു വാലിന്റെ കുറവ്. ഓഹോ, ഒരു വാലും കൂടെ വറ്റിയിരുന്നെങ്കിൽ നിന്റെ അച്ഛനായനല്ലേ? ഇതൊന്നും മാമ ഇത് മോങ്ങണ്ടോ നീ? ഇരിക്കണുണ്ടോ? അയണിച്ചക്കയിൽ ചക്കാക്കോത്തിയിൽ ഇരിക്കണെന്താന്ന് അറിയാമോ? പറഞ്ഞാലേ ഞാൻ അവിടെ നിന്നാ ഞാൻ എല്ലാം പറഞ്ഞു. ഞാൻ പോണേ. ഞാൻ എന്തോന്ന് മാമ അങ്ങനെ കളിയാക്കണ്ടായിരുന്നു. മാമ ഒരു കാര്യം വിചാരിക്കണം കേട്ടാ, ഓരോ പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. ഇത് ചവിട്ടി 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 പോണേലേ ഉള്ളൂ, ഇതുവരെ ഒരിടത്ത് എത്തിയില്ലല്ലോ അപ്പച്ചി. നീ ചവിട്ടുപടി എണ്ണിക്കൊണ്ടിരിക്കണം എന്തിന്? ഓഹോ, കൊച്ചുവായാലും വലിയ വർത്താനം പറയല്ലേ. ഇപ്പൊ എനിക്കായി കുറ്റം. എന്തോ ചിരിക്കണേ? കൂടെല്ലാം കൂടെ ചിരിക്കല്ലേ. രാമങ്ങൾ ജോലി കിട്ടി കഴിഞ്ഞാലേ കവളിൽ ശൂലം കുത്താന്ന് നേർച്ച പറഞ്ഞിട്ടുണ്ടോ അപ്പച്ചി? അത്യാവശ്യം തന്നെ അവനത് വേണം. ഏവന്? രാമുവിന്. രാമുവിനല്ല, പിന്നെ അപ്പുവിന്. എനിക്ക് പിന്നെ അല്ലാണ്ട് എന്റെ അടുത്ത് ചോദിക്കാതെ എന്തിനു നേരാൻ പോയി? അതൊന്നും എനിക്കറിയൂടാ. ഇവിടെ ഒന്നും കാര്യം പറയട്ടെ, കവളിലെങ്ങാനും ശൂലം കുത്തി കഴിഞ്ഞാലേ ചായ കുടിക്കുമ്പം ജലപീരങ്കിന്ന് വെള്ളം പോണോലെ പിഷെന്ന് പറഞ്ഞു പോകും. നല്ല രസമായിരിക്കും കാണാൻ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, രാമങ്ങൾ ജോലി കിട്ടാതിരിക്കാൻ വേണ്ടി അപ്പു വേണം ഇനി പ്രയത്നിക്കാൻ. മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായ കൊള്ളാം. ശരി. ചിന്നോ, ചിന്നോയ്, ചിന്നോയ്, ചിന്നോ, അടി വാടി വാടി. എന്നാ മാങ്ങാണ്ടി കൂട്ടുവോ? നിങ്ങളുടെ കൂടെ ജീവിക്കണേക്കാണ് നല്ല ആ മാങ്ങാണ്ടിക്ക് കൂട്ടുപോണാണ്. മനുഷ്യൻ അത്യാവശ്യമായിട്ട് വിളിച്ചു വരുത്തിയിട്ട്. ഹായ്. മാങ്ങ വെങ്ങനപ്പള്ളി മാങ്ങയാണോ അത്? വെങ്ങനപ്പള്ളിയാ? വൈലപ്പള്ളി. വൈലപ്പള്ളിയിലും കുഴപ്പമില്ല. ഇങ്ങട് ഇതല്ല പിന്നെ കഷ്ണം താ. തരൂലേ? ഇല്ല. ഓഹോ, ഇതിനെക്കാട്ടി നല്ലൊരു സാധനം എന്റെ ഉണ്ട്. മാങ്ങയെക്കാളും നല്ലൊരു സാധനം അവക്കാട്ട്. ആവക്കാണ് ഇവക്കാണെന്നത് എനിക്കറിയൂടാ. എന്റെ ഉണ്ട്. തരട്ടെ? തരൂ. നാടു. അപ്പച്ചിയെ പറ്റിച്ച് ഇന്റർവ്യൂക്കാണെന്ന് പറഞ്ഞ് സിനിമ കാണാനല്ലേ പോയത്? കറക്റ്റ് ആളിനെ തന്നെ ചെന്ന് കയറിയല്ല. എന്ത് പറയുന്നു? ഒന്നും പറയാനില്ലടി.
നിനക്കാണ് ഇത് കട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഇത് മൊത്തം എനിക്കാണോ? പിന്നെ ഇത് മാത്രല്ല, ഈ മാങ്ങ നിനക്ക് ഞാൻ കട്ട് ചെയ്തിട്ട് ഈ മാങ്ങ മക്കള് കഴിയും. എനിക്ക് ഇതെല്ലാം വേണ്ട. അല്ല കഴിച്ചോ? എന്നിട്ടാ ടിക്കറ്റ് അത് പറ്റില്ല. ഇതല്ലേ ഇത് മൊത്തം ഞാൻ തരാം. വേണ്ട, മൊത്തം വേണ്ട, പാതി മതി. ആദ്യം എന്നിട്ട് എന്റെ പാരൊക്കെ അല്ലേ? ഇല്ല, ഞാൻ പരവയ്ക്കൂല. അങ്കളെ, എനിക്ക് ഇന്നേ വരെ അങ്കളിനെ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ഇനിയെങ്കിലും പ്രയോജനം ഉണ്ടാവണം. ഞാൻ ഉണ്ടാക്കും, സത്യം. അങ്കിൾ ഉണ്ടാക്കണ്ട, ഞാൻ ഉണ്ടായിക്കോളാം. കൂടെ നിന്നാ മതി. ഇപ്പൊ ഞാൻ അങ്കിളിന്റെ പേരും പറഞ്ഞു അപ്പൂന്റെ 1000 രൂപ മേടിച്ചോണ്ടാ. അതിന് എന്റെ പേരും പറഞ്ഞ 1000 രൂപ വാങ്ങിക്കുന്നത് അതൊന്നും വേണ്ട. വേണ്ടേ? അപ്പൊ ഡീല് ക്യാൻസൽ. അപ്പച്ചി ചുമ്മാ നീ നിനക്ക് ഭ്രാന്തല്ലോ ഉണ്ടോ? എന്തിപ്പോ നീ എന്തെങ്കിലും ചെയ്യും. അപ്പൊ ഞാൻ മേടിച്ചോണ്ട് വാങ്ങി. പക്ഷെ ഞാൻ 500 രൂപ എടുക്കുള്ളൂ. ബാക്കി 500 ഞാൻ അങ്കിളിന് തരാം. എനിക്കാ? സെറ്റപ്പ് അതാണ് 50-50 ഡീൽ. അങ്കിളിന് എന്ത് കിട്ടിയാലും അതിന്റെ പാത എനിക്ക് തരണം. തരും. പിടിച്ചോ, മാങ്ങല്ലേ നിനക്ക് വേണ്ട. ബാങ്കിനാരും ഇവിടെ നിൽക്കട്ടെ. അതേപോലെ നീ കഴിയടി സമ്മതിക്കൂല. അതേപോലെ അങ്കിളിനെ കൊണ്ട് എനിക്ക് എന്ത് കിട്ടിയാലും അതിന്റെ പാത ഞാൻ അങ്കിളിനും തരാം. അതുള്ളാടി. അപ്പൊ ഞാൻ പോയി മേടിച്ചിട്ട് തരാം. അപ്പൂന്റെ നടക്കാത്ത കാര്യം കൊണ്ടുപോയാണ്. അതൊക്കെ ഞാൻ നടത്തിക്കോളാം. കൊണ്ടുവരുമ്പോ വിശ്വാസം ആവില്ലേ? കൊണ്ടുവന്നാ വിശ്വാസവും. പാര വയ്ക്കൂ. ഒഴുക്കില്ല. എന്താടി നീയൊക്കെ എന്നെ കൊല്ലു? അങ്ങനെയല്ല അപ്പു, ഞാൻ ഒരു കാര്യം പറയാനാണ് വന്നത്. രാമങ്ങൾ അവിടെ ഇന്റർവ്യൂ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കണം. അതെന്താ ഞാൻ തലയും കുത്തി നിൽക്കുന്നു അവിടെ? തലയും കുത്തി നിക്കണ്ട, ശൂലവും കുത്തി നിക്കേണ്ടി വരും. മറന്നുപോയാ ഞാൻ പറഞ്ഞത്? രാമങ്ങൾ ജോലി ഇട്ടി കഴിഞ്ഞ അപ്പച്ചി, ശൂലം, ജലപീരങ്കി. ഞാൻ എന്തിരിക്കണം മക്കളെ? എന്തൊരു ചെയ്യണമെന്ന് ചോദിച്ചാ ഒരു കാര്യമുണ്ട്. 1000 രൂപ എടുത്ത് രാമങ്ങളുടെ കൂടെ, എന്നിട്ട് സിനിമയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ വരാൻ പറ. 1000 രൂപയെ കൂടുതലല്ലേ മക്കളെ? കവളാണോ മുഖ്യം, 1000 രൂപയാണോ മുഖ്യം? കവള തന്നെ മുഖ്യം ആണല്ല. അപ്പൊ പൈസ ആണ്. പൈസ വേണോ അല്ലേ? പൈസ വേണം. ഞാൻ നോക്കട്ടെ മക്കളെ. നോക്ക് നോക്ക്. ഉണ്ടോ എന്തോ. നീ അങ്ങോട്ട് തിരിഞ്ഞേരി. എന്തിന് തിരിഞ്ഞില്ലടി. പൈസ ഉണ്ടാകും നോക്കട്ടെ. ഇതൊക്കെ ആചാരങ്ങളാണ്. മക്കളെ താങ്ക് യു. 700, 800, 900. 900 ഉള്ളൂ. 900 ഉള്ളൂ. 100 രൂപ കുറവുണ്ടാ? ഉണ്ട്. 100 രൂപ എനിക്ക് വേണം മക്കളെ. എന്റെ വേറെ പൈസ ഒന്നും ഇല്ല. പൈസ ഇല്ലേ? അതിനകത്ത് ഇനിയും പൈസ കാണും. നോക്ക്. ഇല്ലെന്ന്. ഇങ്ങോട്ട് ഇടാ അപ്പു, കളിക്കല്ലേ, ഇങ്ങോട്ട് ഇട്. 1000 തികച്ചും വേണോ? വേണോന്ന്. രാമങ്ങൾ ഇപ്പൊ ഇറങ്ങി പോയുള്ളേ. കൊണ്ടുപോ. ചുരുട്ടി മടക്കിയൊക്കെ വെച്ചേക്കുന്നു. ശരി, ഇനിയിപ്പോ ജോലി കിട്ടൂല. ഇനിയിപ്പോ കിട്ടൂല. ജോലി കിട്ടൂല. ഇല്ല, ശരി, പേടിക്കണ്ട. ശരി. പോയിട്ടും നടന്നില്ലല്ലേ പിന്നെ പങ്കേഷ്? എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ആറത്തെ കൈക്ക് ഉപ്പ് കഴിക്കാൻ തങ്ങിയാൽ ഒന്നും തരാൻ പോണില്ലെന്ന് പറഞ്ഞില്ലേ? നിന്റെ ഉണ്ണിയപ്പ് തേച്ചു അല്ലേ ചത്ത് കിടക്കണം എന്ന് പറഞ്ഞല്ലേ, സോഡ വാങ്ങിക്കാൻ പൈസ തരാത്ത ആളാണ് ഇങ്ങനെ. ഇങ്ങനത്തെ ഇത് പ്രതീക്ഷിച്ചതേ നമ്മളെ തെറ്റി. ഒട്ട് സാരമില്ല, ഇരി. എടി സെറ്റിട്ടാ നീ? സോഡ മാത്രല്ല, സ്കോഡ കാർ വരെ ഞാൻ വരുത്തിക്കും. 500 എനിക്കാണേ. ഒറ്റ നോട്ട് മതി എനിക്ക്. ചേട്ടാ, എന്താ ചേട്ടാ, ഉച്ചയ്ക്ക് കഴിക്കാൻ എന്തോന്ന് വേണം? ഇവിടുത്തെ തീറ്റയും വെള്ളമൊന്നും എനിക്ക് വേണ്ടടി. ഒരു ജോലി ആവശ്യമായിട്ട് ഞാൻ പുറത്തു പോകാൻ പോവുകയാണ്. ജോലിയുടെ ആവശ്യം? രാവിലെ ഒന്നും പറഞ്ഞില്ലല്ലോ. അതിനിപ്പോഴല്ലേ ഈ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് അറിഞ്ഞത്. ഷെയർ മാർക്കറ്റ് നിങ്ങളാ? എന്തോന്ന് പരിപാടി? അപ്പച്ചി,
ഈ വലിയ വലിയ കമ്പനികൾ അവരുടെ ഷെയർ വിൽക്കാൻ വേണ്ടി വെക്കുന്നു. അപ്പൊ നമ്മൾ പോയി അത് മേടിക്കുന്നു. അങ്ങനെ ഈ വലിയ വലിയ കമ്പനി എന്ത് ചെയ്യും? അവർക്ക് ലാഭം ഉണ്ടാവും. അപ്പൊ ഈ ലാഭത്തിന്റെ വിഹിതം എന്ത് ചെയ്യും? നമ്മൾ കൈപ്പറ്റും. എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇതിന്റെ അകത്ത് ഇങ്ങർക്ക് എന്ത് കാര്യം? എനിക്കെന്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളെ വർക്ക്ഷോപ്പിനെ കുറിച്ച് ആലോചിച്ച് അവിടെ പണിയെടുക്കുന്ന ഉണ്ണിപ്പിള്ള അംബാനിയാണെന്ന് വിചാരിക്കുക. അതെങ്ങനെ വിചാരിക്കണതിന് പൈസ കൊടുക്കണ്ടെന്ന് വിചാരി. കൊള്ളാം. അപ്പോൾ നമ്മൾ അവിടെ പോയി ഞാനും എന്റെ പിങ്കി മോളും നമ്മളതായ ഷെയർ എടുക്കുന്നു. നമ്മളെ കമ്പനി ഇല്ലേ, നമുക്ക് എടുക്കാമല്ലോ ഷെയർ. കമ്പനി വീണ്ടും വളരുന്നു, ഒരുപാട് വണ്ടികൾ വരുന്നു, ഉണ്ണിപ്പിള്ള വളരെ ബിസിയായിട്ട് വർക്ക് ചെയ്യുന്നു, ഫുൾ ക്യാഷ്. അപ്പൊ നമ്മൾ കമ്പനി ഇങ്ങനെ 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 വളരുമ്പോൾ നമ്മൾ ഷെയറും എങ്ങനെ എങ്ങനെ ഇങ്ങനെ വളർത്തിയെടുക്കും. 1000, പിന്നെ അത് 2000, പിന്നെ അത് 5000, അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഏത് നമ്മുടെ ഷെയർ. പറയണത് മനസ്സിലായില്ലേ? ഇല്ല. അത് ഞാൻ ഷെയർ എടുക്കുമ്പോൾ നിനക്ക് മനസ്സിലായി. ഞാൻ പോയി അംബാനിക്ക് വിശക്കുന്നുണ്ടോ ചോദിക്കട്ടെ. ചേട്ടല്ലേ പറഞ്ഞ അംബാനിയായിട്ട് വിചാരിക്കുക. അത് തന്നെ. അംബാനി പിള്ള. എല്ലാം പറഞ്ഞോലെ ഞാൻ പോയിട്ടില്ല. ഞാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ. പിന്നെ ഓർമ്മിക്കായിരിക്കും. അയ്യോ എടി പിങ്കി, എന്റെ ഫോൺ എടുത്തിട്ട് പാടി. 50-50 ആണ്. മനസ്സിലേ മക്കളെ, നീ എന്തിനാ ജോലിക്ക് പോണത്? നോക്ക്, ഇവിടെ എന്തിന്റെ കുറവ്? വീടിന് വാടക കൊടുക്കണ്ട, നമുക്ക് ജീവിക്കാൻ ഒരു വർഷാപ്പ് ഉണ്ട്. ഇതൊക്കെ പോരെ മക്കളെ? എന്തിനാവശ്യമില്ല ജോലിക്ക് പോണത്? നീ പോണ്ട മക്കളെ, അതാണ് നല്ലത്. അച്ഛൻ പറഞ്ഞ എനിക്ക് ജോലി ചെയ്യണ്ടെന്നാ മക്കളെ തങ്ക ഡാഡി. വെറുതെ എന്റെ കവളി തുളയിറങ്ങി. അല്ല, ഞാൻ ജോലിക്ക് പോണ്ടെന്നുള്ളത് എന്റെ അടുത്ത് പറയേ. എന്തോന്ന് വേഷം? സിനിമയ്ക്ക് പോണോ? പോടി എവിടെ? ഞാൻ തന്നെ സിനിമയ്ക്ക് പോണത്. എവിടെ പോണു? ഞാൻ ജോലി അന്വേഷിച്ച് പോണു. അതറിയാമോ? ഇങ്ങനെ ഡ്രസ് ചെയ്യണത് ചേട്ടാ എക്സിക്യൂട്ടീവ് ആയിട്ട് പോണ്ടേ? അത് ഇൻസേർട്ട് അങ്ങനെ സ്ലീവ് ഒക്കെ താത്ത്. ചേട്ടാ, ചേട്ടന്റെ അക്കൗണ്ടിലേ ഞാൻ 500 രൂപ ഇട്ടിട്ടുണ്ടേ. എന്തിന്? നീ കാണാൻ എന്തിന്? ചേട്ടാ ഇന്റർവ്യൂവിന് പോവല്ലേ, അങ്ങനെ പല ആവശ്യങ്ങൾ കാണും. അംഗപ്പെട്ട എനിക്ക് ശക്തി. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. എന്റെ മുരുക, ഇത്തവണെങ്കിലും ജോലി കിട്ടിയാ മതിയായിരുന്നു. കിട്ടില്ലേ? കിട്ടില്ലേ? പിങ്കി, 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 പെണ്ണൊക്കെ എവിടെ പോയി കിടക്കും? അതാ അപ്പച്ചി ഫേസ് സ്ക്രബ് ചെയ്യാൻ വേണ്ടി അരിപ്പൊടി എടുത്തു വെച്ചിരുന്നു. ഞാൻ അവലോസ് പൊടിയാണ് എടുത്തു തിന്നു. നിങ്ങൾ എന്തിനാ വന്നേ? അത് തന്നെ, അത് കള. എനിക്ക് നിന്നെ കൊണ്ടൊരു ആവശ്യമുണ്ട്. ഇതൊക്കെ കണ്ട 55 അടിയുള്ള അല്ലു അർജുന്റെ കട്ടൗട്ട്. എപ്പടി സൂപ്പർ. ഭയമാരെ ചെയ്താണ് ഈ നിൽക്കണായിരുന്നു. നിങ്ങളല്ലേ? നിങ്ങളപ്പോ ഫാൻസിനോട് പോയ? ഞാൻ ഇന്റർവ്യൂ നിന്നെ പോയത് സിനിമ ആണല്ലേ? അതിനാണ് പോയത്. ഓഹോ, വെറുതെ അല്ല താമസിച്ചത്. എന്നിട്ട് ശിവകാശി നിന്നാണ് ഐറ്റം എടുത്തത്. നമ്മളെ ചാക്കയെ കൊണ്ട് സെറ്റ് ചെയ്തു. ഒരു ബഡ ലോറി കയറ്റി ആണ് എരീസിലോട്ട് കൊണ്ടിറക്കിയത്. ഗ്രാൻഡ് പരിപാടിയായിരുന്നു. പാൽ അഭിഷേകം ഉണ്ടായിരുന്നു. സെറ്റ് ചെയ്തു. എനിക്കിപ്പോ 1000 രൂപ വേണം. നീ സെറ്റ് ചെയ്ത് തരൂ? 1000 രൂപ എന്റെ ഉണ്ണിയപ്പൂന്റെ കാണൂല്ലേ? ഉണ്ണിയപ്പന്റെ കാണും, പക്ഷെ 1000 തന്നു കഴിഞ്ഞാൽ ഞാൻ 500 രൂപ എടുക്കും. അങ്ങനെ എല്ലാ പ്രാവശ്യം വേണോടി? അത് വേണം. 50-50 ഡീൽ. 2000 രൂപ എടുത്തുണ്ടെന്നല്ല. 2000 രൂപ അങ്ങനെ കാണൂല. അതൊക്കെ ഉണ്ടാവും, ഞാൻ ചോദിക്കാം. ചോദിച്ചു കിട്ടൂ? പിന്നെ ഓ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൂ, ഒന്നും പറയണ്ട അപ്പൂ. പറയണ്ടെങ്കിൽ പിന്നെ നീ എന്തിനും ഇങ്ങോട്ട് വന്നത്?
അയ്യേ അങ്ങനെയല്ല, പിന്നെ ഞാനൊരു ഫ്ലോയിൽ പറഞ്ഞു വരായിരുന്നു. ആ, പറയട്ടെ, ആ, പറ. അവിടെ രാമങ്ങളും അപ്പച്ചും കൂടെ ഭയങ്കര വഴക്ക്. എന്തിന്? എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാ രാമങ്ങളെ ഫ്രണ്ട്സുമായിട്ട് കോളത്ത് പോണെന്നു. അങ്ങനെ അപ്പച്ചിയുടെ അടുത്ത് 2000 രൂപ ചോദിച്ചു. അപ്പൊ അപ്പച്ചി പറയാണ്, ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട്, അതിന് പോയാ മതി, അതിനാണെങ്കിൽ മാത്രമേ ഞാൻ 2000 രൂപ കൊടുക്കുള്ളൂ. ഇവക്ക് എന്തരന്റെ ഇതൊക്കെയാണ്? അവളെന്റെ കവറിൽ ചൂലം കുത്തിയ അടങ്ങുന്ന് പറഞ്ഞ് അടക്കുകയാണ്. അവിടെയല്ലേ നമ്മുടെ ട്വിസ്റ്റ്. അപ്പൊ ഒരു 2000 രൂപ എടുത്ത് രാമങ്ങളിന് കൊടുക്കുന്നു. രാമങ്ങൾ അതും കൊണ്ട് കോളത്ത് പോന്നു. അപ്പുവിന്റെ കവളിൽ ശൂലം കുത്തുന്നില്ല. ശരി തന്നെ മക്കളെ, എന്റെ മൊത്തം 1500 രൂപയേ ഉള്ളൂ. അതും വർഷാപ്പിലെ സാധനങ്ങൾ വാങ്ങിക്കാനുള്ളതാണ്. സാധനം മറ്റേ ടൂൾസ് ഒക്കെ വാങ്ങിക്കണം. നോക്ക്, ഓയിൽ വാങ്ങിക്കണം. ഓയില്? ഓ, എന്റെ അപ്പു, ഓയിലാണോ വലുത് അത് അപ്പുവിന്റെ കവളാണോ വലുത്? അല്ല, എന്റെ കവള് തന്നെ വലുത്. അപ്പൊ ആ ബി നല്ല റോയിന്ന് പൈസ എടുത്തോണ്ടോ? എന്തിന്? മറ്റേ ഇന്നലെ പൈസ എടുത്തില്ലേ, അവിടെ നിന്ന് എടുത്തോണ്ട് വാ. അത് വേണ്ട, പാക്കറ്റിൽ ഉണ്ട്. എന്നൊന്നും വേണ്ട, അങ്ങ് വെച്ച് എടുക്കെടുക്ക്. വേണ്ട മക്കളെ, ഞാനേ ടിനുവിന്റെ അടുത്ത് ചെന്ന് പറയാൻ പോവുകയാണ്. എന്റെ കവലില് ചൂലം കുത്താൻ പറ്റൂല. ഇവളെന്തിരിയും? പറ്റൂല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ, നമ്മൾ ദൈവകാര്യത്തിന് മുടക്കം നിന്ന് കഴിഞ്ഞാ ദോഷം കിട്ടും. അയ്യോ മുരുക, എന്റെ അപ്പു അത് ചുമ്മാ പറയണേ, അപ്പൂനൊന്നും ചെയ്യല്ലേ. മക്കളെ എന്നാ കൊണ്ടുപോ. അപ്പൂന് നല്ലത് മാത്രം വരുത്തണേ മുരുക. കൊണ്ടുകൂടും മക്കളെ, കൊണ്ടുകൂടും. ഭഗവാന്റെ കാര്യം എങ്ങാടി ഇതൊക്കെ? കഞ്ചൂസ് പിള്ളേരെ കയ്യിൽ നിന്നൊക്കെ വൺ സെറ്റിംഗ് ആണല്ലോ നീ. എന്ത് ചെയ്യാൻ? 1500 രൂപ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. കണക്ക് പ്രകാരം 750 എനിക്ക്. ഞാൻ തരാം, സെറ്റ് ചെയ്ത് തരാം. എന്ത് സെറ്റ് ചെയ്ത് തരാത്? മൊത്തം പൈസ എടുത്താലോ? മൊത്തം പൈസ അല്ല, മൊത്തം പൈസ ഉണ്ടോ? 500 അല്ല, 750. 750 രൂപ കേസ്. നീ എന്റെ എങ്ങനെ ഇങ്ങനെ കണക്ക് പറഞ്ഞത്? ഇത് ഇത്രയും മുട്ട ദിവസം ഷെയ്ക്കണ്ട മനസ്സിലുണ്ട്. എങ്ങനെ പറയാമോ? മക്കളെ ചിന്നു, എന്തോ ഒരു കടുപ്പത്തിൽ ഒരു ചായ ഇട് മക്കളെ. പാല് തീർന്നു പോയി, ഞാൻ കട്ട ഇട്ടോണ്ടിരിക്കുന്ന. പിന്നെ അതേട്. അപ്പച്ചി എനിക്ക് ഓടി അവിടെ മക്കളെ, ആര് വന്നിട്ടൊന്ന് നോക്ക്. പിരിവാരായിരിക്കും എന്തോ. ഇതൊരു പാടം. പക്ഷെങ്കിൽ മാമ അവളെ ഇവിടെ ഉണ്ടായിരുന്നു, കറക്റ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കും. മക്കളെ, പാലില്ലായിരുന്നു. ചേട്ടാ അതല്ലേ മാമ ഞാൻ നേരത്തെ പറഞ്ഞ പാല് തീർന്നെന്ന്. കുഴപ്പമില്ല. എന്തോ അത്? രജിസ്റ്റർ ലെറ്റർ ആണ് അപ്പച്ചി. ആർക്ക്? അങ്കിളുടെ പേരില്. നിങ്ങളുടെ വീട്ടിൽ വന്നതാണ്. നിങ്ങളുടെ അപ്പുറത്തെ വീട്ടിലൊരു അങ്കിൾ ഉണ്ടല്ലോ, മീശയൊക്കെ ഉള്ള ഒരു മിലിറ്ററി. ഗോപി മാമന. പുള്ളിക്കാരൻ കൊണ്ടുവന്നു. പണി കിട്ടിയാ മതിയായിരുന്നടി. അങ്ങനൊന്നുമല്ല. എന്തുകൊണ്ട് നീ നെഗറ്റീവ് പറയണേ? എടി ചേട്ടന് പണി കിട്ടിയടി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. വീട്ടിൽ മാമ ഓവർ സ്പീഡ് പോയതിന് 1500 രൂപ പെറ്റി അടയ്ക്കണമെന്ന്. അവന്റെ അടുത്ത് പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓവർ സ്പീഡിൽ പോവല്ലേ പോവല്ലേ. പിഴ അടയ്ക്കാത്ത പക്ഷം തുടർ നടപടികൾ സ്വീകരിച്ച് ഏകപക്ഷീയമായി തീർപ്പ് കൽപ്പിക്കുമെന്ന് അറിയിക്കുന്നു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ട്രിവാൻഡ്രം. ലൊക്കേഷൻ കിഴക്കേക്കോട്ട. ഒഫൻസ് തീയതി ജൂലൈ 29, സമയം 10 AM. അപ്പം ചേട്ടൻ എറണാകുളത്തല്ലേ? പിന്നെ ഇതെങ്ങനെ? ഈ ചാത്തനെ എപ്പോ മനസ്സിൽ വിചാരിച്ചാലും അപ്പൊ പ്രത്യക്ഷപ്പെട്ടോളൂ. ഇങ്ങോട്ട് വരട്ടെ. എന്നാലും ഇതെന്തോ കളകളിയുണ്ടല്ലോ മാമ. ചേട്ടൻ ഇരുന്ന് ഓടിച്ചു പോണത്. ഡിസ്കഷൻ എവിടെയായിരുന്നു താങ്കൾ? ഇപ്പോഴല്ല, ജൂലൈ 29 രാവിലെ 10 മണിക്ക് എവിടെയായിരുന്നു? ജൂലൈ 29 രാവിലെ 10 മണിക്ക് ഞാൻ ഇന്റർവ്യൂവിന് പോയിരുന്നു. എവിടെ? കാക്കനാട്. പറഞ്ഞാടാ
നീ കിഴക്കേക്കോട്ടയിലുണ്ടായിരുന്നല്ലേ അന്ന് രാവിലെ 10 മണിക്ക്? ഞാനാ? ആ ചേട്ടാ സത്യം പറഞ്ഞോ, ഈ ഇന്റർവ്യൂ മണ്ണാങ്കട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടാ എവിടെയാണ് പോയത്? എന്ത് ഫോട്ടോ വന്നിരിക്കണല്ലോ ചേട്ടൻ ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ട് പോണത്. ഞാനല്ല, അച്ഛനായിരിക്കും. പിന്നെ ആ ബാക്ക് കാണുമ്പോഴേ അറിയാം ചേട്ടനാണ്. നീ എന്നെ മിണ്ടായിരിക്കണേ. എവിടെയായിരുന്നു മക്കളെ? ഞാൻ പറയടാ എവിടെയായിരുന്നു. അത് പിന്നെ ഞാൻ പറയാം. ശിവകാശി പോയിരുന്നു. ശിവകാശിയ? ആ, ശിവകാശിയിൽ എന്തിനു പോയത്? അല്ലു അർജുന്റെ ഫ്ലെക്സ് അടിക്കുക, ഓർഡർ കൊടുക്കാൻ. ദ്രോഹി, എന്റെ എന്നുള്ള പൈസ മൊത്തം വാങ്ങിച്ചിട്ട് നിങ്ങൾ ശിവകാശി പോയി ദൂർത്തടിക്കാൻ പോയല്ലേ? ദൂത്തടിച്ചില്ല, പിന്നെ ഫ്ലെക്സ് അടിച്ചു. അതൊക്കെ പോട്ട്. അപ്പൊ ഇന്ന് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എവിടെയാണോ പോയത്? അത് ആ സിനിമ സക്സസ് പാർട്ടി ആയിരുന്നു, നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ. പക്ഷെ എന്റെ ദൈവമേ, ഉള്ള പൈസ മൊത്തം കൊണ്ട് തുലയ്ക്കുന്ന നോക്ക്. ഇതിനാണോ ഞാൻ രാവിലെ പൈസ കിട്ടുന്ന ചേട്ടന്? അല്ല, അത് മൊത്തം നിന്റെ പൈസ അല്ലായിരുന്നു. ഓഹോ, പിന്നെ ബാക്കി എവിടെ വന്നു? 1000 രൂപ. നിനക്കൊക്കെ അറിയാമായിരുന്നോ? പിന്നെ അവക്കെല്ലാം അറിയാം, ഞാൻ എന്നിട്ട് എല്ലാം പറഞ്ഞല്ലോ. വന്ന പിങ്കി, എവിടെയാണ് നിന്റെ കയ്യിൽ ഇത്ര പൈസ? അപ്പൊന്ന് കൊള്ളാം, വെള്ളത്താടിയൊക്കെ വെച്ചിരിക്കാണ്. നിങ്ങളാണ് ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കണം അല്ലേ മാമ? ഇതിന് അത്രയും കാരണക്കാരി നീയാണ്. ഞാനാ? നീയല്ലേ പറഞ്ഞത് ഇവന് ജോലി കിട്ടുകയാണെങ്കിൽ എന്റെ കവളിൽ ചൂലം കുത്തി പടിക്കെട്ടി കയറ്റിപ്പിക്കാമെന്ന്. ഞാൻ എപ്പോ മാമ ഇതൊക്കെ പറഞ്ഞത്? പിന്നെ ജൂളൊന്നും എന്റെ അടുത്തൊന്ന് പറഞ്ഞതാ. കൊള്ളാം, ഈ ഉണ്ടാപ്പി വല്ലതും ഒന്നും പറഞ്ഞു പറഞ്ഞ മാമ വിശ്വസിക്കാൻ. എന്തായാലും ശൂലം കുത്ത് നടക്കും. അതിന് പഴനി വരെ ഒന്നും പോണ്ട. പിന്നെ ഞാൻ കുത്തു. ആ പപ്പടം കുത്തി അവിടെ. അങ്ങനെയാണ് എനിക്കൊരു കാര്യം പറഞ്ഞത്, ഇവളെ കുത്തണം. അതാണ് 50-50 ഡീല്.